എന്ത് വാടിയത്? ആണുങ്ങളെ തല കഴുകനാൻ പാട് കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കുവാന്നോ? കേറി പൊടിയോത്ത്. എവിടുന്ന് കെട്ടിയെടുത്താവോ? ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആര്? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലതല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ ഇന്ന് വല്യമ്മച്ചി 2 വാക്ക് ചോദിച്ചിട്ട് എന്നാത്തിനാ നിന്നെ തെറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരമല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിൾ ഇച്ചായനോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടിക്കുന്നതാ നല്ലത്. ആ, അത് തന്നെയാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസിച്ചോണ്ട് പോട്ട് നമുക്കെന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞ ചാണ്ടിച്ച സ്ഥലം കാണിക്കാൻ. ഇവനറിയാമെങ്കിൽ നീ എന്നാ വരുന്നത്? എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായ കോഴിക്കൊക്കെ! കാശാൽ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കറി ചോറിന്റെ. ഇനി വേണം മക്കളെ മനുഷ്യ, എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഓടി വേണേ. കോഴികളെ പിടിക്കുന്നു. നീ വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെടാ എന്റെ കുമാരം കേട്ടോ. എന്താ കാണിക്കുന്നേ? നല്ലോണം മുളകും മല്ലി അരച്ചങ്ങ് പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വല്യമ്മച്ചേ, 50 രൂപയുണ്ട്. നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ, ഇരിക്കട്ടെ. ഇത് അങ്ങോട്ട് വാങ്ങിയാട്ടെ. വട വെച്ച ഇച്ചായൻ അങ്ങനെയാ, നീ അത് മറന്നാളാ. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലയോ, നമുക്ക് പള്ളിയിൽ പോണ്ടേ? വാ പോ. யாருடா அங்க? டேய் உன்னதா நானு கேட்காதா? யாருடா நீ? வெளியே போடா. என்ன முறைச்சு பாக்குற? இது எங்க இடம்? வெளியே போக சொன்னா നീ ഏതാടാ പുളുന്താനെ? പുളുന്താരാ? അതെന്നത്? നീതാണ്ടാ പുളുന്താരാ? പുളുന്താൻ ഞാൻ അല്ലേ? ഇത് മരുതാ വല്യപ്പച്ച. മരുന്നാ? എന്നാ മരുന്ന്? മരുന്നല്ല, മരുത്. നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ. ഇതെന്റെ വല്യപ്പച്ചനാ മരുതേ. വല്യപ്പച്ചനാ? അതെന്നത്? അപ്പച്ചന്റെ ചേട്ടനാ. அப்படியா? വേറെ ഏതോ ആളുണ്ട് ഞാൻ നിனைச்சே. എന്റെ നീ ഇപ്പൊ വാങ്ങിച്ച് കെട്ടിയനെ. ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ. എന്നെങ്ക നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. എന്നെങ്ക ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത്. മനസ്സിലായോടാ? മനസ്സിലായോ? ആ, ഞാനതങ്ങ് മറന്നു. ജോണിച്ചായനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ജോണിച്ചാനോ? മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു. എന്തോന്നാ നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ. എങ്കി ആ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി. ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട്. നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ചായ. ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ, പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ചയും പാക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കനെ താഴോട്ട് ഇറക്ക ചായ. അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളേ കയറി ഇരിക്കാൻ പറ്റാത്തതിനോ? ആന്നോടി, നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കന് അടിയുടെ കുറവാ. ഓ പിന്നെ, ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല്ല. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ വേണ്ടത്തില്ലയോ? അയ്യോ, ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ച വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. കൊച്ചേ,
നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? എറിവിക്കാതെ മോളെ, ഒരു കാര്യം മനസ്സിലാക്ക. ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും, സകല കിളികളും, സകല മീനുകളും, സകല മൃഗങ്ങളും എന്ന് വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോന്ന പട്ടി പിടിച്ചങ്ങ് തിന്ന്. തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറെ, നേരം കുറെ ആയി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ തങ്കപ്പ ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ? ചേട്ടന്റെ തല പൊളിച്ചവൻ. നേരാണോ? അവൻ തന്നെയാണോ? അമ്മണ്ണ ഞാൻ പാത്ത. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. അല്ലേ കൊച്ചനെ, ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക. ചുമ്മാ മെനക്കെടുത്തല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോ. ഓടാ ഓടാ. ഒരു തല്ല് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പതിവാ. പച്ചമട്ടയും സോഡയും കുടിക്കും. എന്നിട്ട് ഒരൊറ്റ ഓട്ടവാ. സന്ധിവേദന നേർക്കെട്ട് പിന്നെ ഉണ്ടാകുകയേ ഇല്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മണിക്ക്. ആ എന്നാ വാ. വാടാ. വാ വാ. ഈ സോനുവിനെ തോളയിലിരുത്തിയ വല്യമ്മച്ചി അയാൾ 3 പേരെ തല്ലിയത്, അത് ഒറ്റ കൈയുണ്ട്. വല്യപ്പച്ചൻ ആരാന്ന് അറിഞ്ഞിരുന്നേലേ അവന്മാർ തല്ലാൻ വരത്തില്ലായിരുന്നു. വല്യപ്പച്ചൻ ആരാ? ഭയങ്കര റൗഡിയാ. തല്ലാൻ പോവില്ല ജോലി. ആണോ? അങ്ങനെ വരട്ടെ.
നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാന്നാ. അമ്മച്ചി വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാരിടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ അങ്ങനെയല്ല ആനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഒന്നുമല്ല, പൊറസാറിന്റെ കുണ്ടയാ വല്യപ്പച്ചൻ. ഈ ചെറുക്കൻ. അപ്പൊ തല്ലു മാത്രല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞാ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരെ കൊല്ലുന്ന കാര്യമാ പറയുന്നേ? അത് ഇച്ചായ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുവന്നു. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല, അതുറപ്പാ. ബ്രില്യന്റ്. എന്നയ്യ ഇപ്പൊ തരാടോ. ഇത്രയും ബഹുമാനപ്പെട്ട കോരസാറിന് അനിയച്ചാരുടെ കാല് പോക്ക. ഒരു 2 മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്നാ തോന്നുന്നത്. മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല. എന്നാ ചെയ്യാന്? കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളം ഇല്ലാതെ ചാകും എന്നുള്ള സ്ഥിതിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കുക. പിന്നെ നമ്മുടെ ആൻ്റപ്പനും കുട്ടപ്പായും മൊയ്തീനും അവിടെ എന്നാടുക്കുക. അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായനെ. ഒക്കുമെങ്കിൽ വട്ടച്ചെലവിനൊരു 10,000 രൂപയും കൂടെ കൊടുത്തയച്ചാൽ വലിയ ഉപകാരം എന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞ്.